കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. PSC ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന വീഡിയോ സീരീസിലെ 8ാമത്തെ ഭാഗമാണിത്. PSC മുൻ പരീക്ഷകളിൽ ജിയോമെട്രി എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളും അവ നിർദ്ധാരണം ചെയ്യുന്നതിനുള്ള എളുപ്പവഴികളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കാണുക. എല്ലാവർക്കും അമീഷ് ഷർവാനി ഫോർ മാത്തമാറ്റിക്സ് എന്ന ഈ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. PSC ക്വസ്റ്റ്യൻസ് ഓൺ ജിയോമെട്രി. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2017 LDC പരീക്ഷയ്ക്ക് തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ ചോദിച്ച ചോദ്യമാണ്. ഒരു സമഷഡ്ഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ തുക എന്താണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് 360 ഡിഗ്രി, 180 ഡിഗ്രി, 300 ഡിഗ്രി, 90 ഡിഗ്രി ഇതൊക്കെയാണ്. സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഏതൊരു ബഹുഭുജത്തിന്റെയും ബാഹ്യ കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉത്തരം 360 ഡിഗ്രിയാണ്. അതുപോലെ നമ്മൾ ബഹുഭുജമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 360 ഡിവൈഡ് ബൈ n. ഇതായിരിക്കും. ഒരു സമബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ അതിന്റെ ബാഹ്യ കോണിന്റെ അളവ് 360 ബൈ n ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ, അത് ഏത് ബഹുഭുജമാണെങ്കിലും അതിന്റെ ആന്തരകോണുകളുടെ ഇന്റീരിയർ ആംഗിൾസിന്റെ തുക എപ്പോഴും n-2 ഇൻറ്റു 180 ആയിരിക്കും. അതുപോലെ ഇതും കൂടെ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് n-2 ഇൻറ്റു 180 ഡിവൈഡ് ബൈ n ആയിരിക്കും. ഒരു സമബഹുഭുജമാണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ അളവ് n-2 ഇൻറ്റു 180 ഡിവൈഡ് ബൈ n ആയിരിക്കും. നമ്പർ ഓഫ് ദി ഡയഗണൽസ് ഓഫ് എനി പോളിഗൺ ഈസ് n ഇൻറ്റു n-3 ഹോൾ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഡയഗണലിന്റെ, അതായത് വികരണങ്ങളുടെ എണ്ണം n ഇൻറ്റു n-3 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം 2018 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 45 ഡിഗ്രി. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ? വശങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ 360നെ ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 360 ബൈ 45 ആയിരിക്കും. 360നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. അപ്പോൾ ഇവിടെ 8 വശങ്ങളായിരിക്കും ഈ റെഗുലർ പോളിഗണിന് ഉണ്ടായിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദി പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 16 സെന്റിമീറ്റർ, വാട്ട് വിൽ ബി ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ? ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വിസ്തീർണമാണ് നമുക്ക് കാണേണ്ടത്. വിസ്തീർണം കാണണമെങ്കിൽ ഇതിന്റെ വശത്തിന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണേണ്ടത്. അതായത് ഒരു സൈഡിന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈഡ് എത്രയാണെന്നുള്ളത് കിട്ടണം. സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്നത് പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം 16/4 എന്ന് എഴുതാം. അതിന്റെ സ്ക്വയർ ആണ് ഇതിന്റെ വിസ്തീർണം. 16/4 എന്നത് 4 ആണ്. 4ന്റെ സ്ക്വയർ 16 തന്നെയായിരിക്കും. 16 ആണ് ഇവിടെ ഉത്തരം കിട്ടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2018 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇഫ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് 4 സെന്റിമീറ്റർ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 4√2 സെന്റിമീറ്റർ, 2√2 സെന്റിമീറ്റർ ഇതൊക്കെയാണ്. ഒരു സമചതുരത്തിന്റെ ഡയഗണലിന്റെ, അതായത് വികരണത്തിന്റെ നീളം തന്നാൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം കാണണമെങ്കിൽ വികരണത്തെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. a=d/√2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4/√2 എന്നൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4√2/√2 × √2 എന്ന് കിട്ടും. √2 × √2 എന്നത് 2 തന്നെയാണ്. അതുകൊണ്ട് 4×√2/2 എന്ന് കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2√2 ആണ് ഇവിടെ ശരിയായ ഉത്തരം. 2√2 സെന്റിമീറ്റർ. അടുത്തൊരു ചോദ്യം നോക്കാം. 2017 പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് 6 സെന്റിമീറ്റർ. ഫൈൻഡ് ദി ഏരിയ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ. നേരത്തെ ചോദിച്ച അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. ഒരു സമചതുരത്തിന്റെ ഡയഗണൽ വികരണം തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കാണുക. ഒരു സമചതുരത്തിന്റെ വികരണം തന്നാൽ അതിന്റെ ഏരിയ കാണണമെങ്കിൽ വികരണത്തിന്റെ സ്ക്വയർ കണ്ട് അതിന്റെ പകുതി എടുത്താൽ
വിസ്തീർണം കിട്ടും. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. ഇവിടെ ഡി എന്നത് 6 ആണ്. 6 സ്ക്വയർ ബൈ 2. 6 സ്ക്വയർ 36, 36 ബൈ 2. 36 ബൈ 2 18 ആണ്. ഇവിടെ 18 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2018 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് 10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് 10 സെന്റിമീറ്റർ സ്ക്വയർ, 20 സെന്റിമീറ്റർ സ്ക്വയർ, 50 സെന്റിമീറ്റർ സ്ക്വയർ, 100 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയുള്ള ചോദ്യമാണ്. നമ്മൾ കാണേണ്ടത് ഡയഗണലിന്റെ സ്ക്വയർ കണ്ടതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 സ്ക്വയർ ബൈ 2. 10 സ്ക്വയർ 100 ആണ്. അപ്പോൾ 100 ബൈ 2 50 ആയിരിക്കും ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2018 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വെൻ ദി സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഡബിളിംഗ് ഹൗ മച്ച് ടൈം വിൽ ബി ദി ഏരിയ ഇൻക്രീസ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1, 2, 4, 8 ഇതൊക്കെയാണ്. ഒരു സമയതലത്തിന്റെ വശം 2 മടങ്ങായി വർദ്ധിച്ചാൽ അതിന്റെ ഏരിയ എത്ര മടങ്ങായി വർദ്ധിക്കും? നമുക്കറിയാം വശത്തിന്റെ സ്ക്വയർ ആണ് ഏരിയ എന്നത്. അതുകൊണ്ട് വശം എത്ര മടങ്ങാണ് ആകുന്നത് അതിന്റെ സ്ക്വയർ മടങ്ങായിട്ട് ഏരിയ വർദ്ധിക്കും. വശം എം മടങ്ങായി വർദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ എം സ്ക്വയർ മടങ്ങായിട്ട് വർദ്ധിക്കും. ഇവിടെ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്, അതായത് 2 മടങ്ങാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 സ്ക്വയർ സമം 4. ഇതായിരിക്കും ഇവിടെ ഉത്തരം. 4 മടങ്ങായിട്ടായിരിക്കും ഏരിയ വർദ്ധിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2018 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇഫ് ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 85 ഡിഗ്രി, വിച്ച് വൺ ഈസ് ട്രൂ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് എ ബി ലെസ് ദാൻ ബി സി ലെസ് ദാൻ എ സി ലെസ് ദാൻ എ ബി ലെസ് ദാൻ ബി സി ലെസ് ദാൻ എ സി ലെസ് ദാൻ എ ബി ലെസ് ദാൻ എ സി ലെസ് ദാൻ ബി സി. ഇതൊക്കെയാണ്. ഇത് ആൻസർ കാണണമെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഒരു രൂപം വരച്ച് നോക്കാം. ഇങ്ങനെയായിരിക്കും ആ ട്രയാങ്കിൾ വരുന്നത്. അതിൽ നമുക്ക് ആംഗിൾ എ തന്നിട്ടുണ്ട് 35 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ സി തന്നിട്ടുണ്ട് 85 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും? 180ൽ നിന്ന് 35ന്റെയും 85ന്റെയും തുക കുറച്ചാലാണ് നമുക്ക് ബി കിട്ടുന്നത്. 35ഉം 85ഉം കൂട്ടുമ്പോൾ 120 എന്ന് കിട്ടും. 180ൽ നിന്ന് 120 കുറച്ചാൽ 60 ആണ്. അതുകൊണ്ട് ആംഗിൾ ബി എന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇതിൽ ഏറ്റവും ചെറിയ കോണ് 35 ആണ്. ഏറ്റവും വലുത് 85ഉമാണ്. ഏറ്റവും ചെറിയ കോണിന്റെ എതിരുള്ള വശമായിരിക്കും ഏറ്റവും ചെറിയ വശം. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വശം ബി സി ആയിരിക്കും. അതിനുശേഷം വരുന്നത് 60 ആണ്. അപ്പോൾ 60ന് എതിരെയുള്ള വശമായിരിക്കും തൊട്ടടുത്ത നീളമുള്ള വശം. ഏറ്റവും വലിയ വശം 85ന് എതിരെയുള്ള വശമായിരിക്കും, അതായത് എ ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ബി സിയും ഏറ്റവും വലുത് എ ബിയുമാണ്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ബി സി ലെസ് ദാൻ എ സി ലെസ് ദാൻ എ ബി. ഏറ്റവും ചെറുത് ബി സി ആണ്, അതിന് തൊട്ട് വലുത് എ സി ആണ്, അതിന് തൊട്ട് വലുത് എ ബി ആണ്. അതായിരുന്നു ഇവിടെ ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. 2018 തന്നെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇഫ് ദി പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 3 പൈ സെന്റിമീറ്റർ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ, 2 1/4 പൈ സെന്റിമീറ്റർ സ്ക്വയർ, 2 1/3 പൈ സെന്റിമീറ്റർ സ്ക്വയർ, 2 3/4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇതൊക്കെയാണ്. സർക്കിളിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ആർ കണ്ടുപിടിക്കണം. അതിന് ഇവിടെ നമുക്ക് പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പെരിമീറ്റർ എന്നത് 2 പൈ ആർ ആണ്. 2 പൈ ആർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 3 പൈ ആണ്. അങ്ങനെയാണ് നമുക്ക് റേഡിയസ് കാണണമെങ്കിൽ 3 പൈ ഇതിനെ 2 പൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 പൈ ഇതിനെ 2 പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൈയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് 3/2 എന്നാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് 3/2 ആണ്. നമുക്ക് കാണേണ്ടത് ഏരിയ ആണ്. ഏരിയ കാണാനുള്ള സമവാക്യം പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ആറിന്റെ സ്ഥാനത്ത് 3/2 എന്ന് കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു 3/2 സ്ക്വയർ എന്ന്, അതായത് 9/4 പൈ. ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. 9/4 എന്നതിന് നമുക്ക് മിശ്രഭിന്നമാക്കി മാറ്റാം. 9ന് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 2ഉം റിമൈൻഡർ 1ഉം ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 2 1/4 എന്ന് എഴുതാം. അവിടെ 2 1/4 പൈ ഇതായിരിക്കും ശരിയായ ഉത്തരം. 2 1/4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തൊരു ചോദ്യം നോക്കാം. 2018 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇഫ് റെക്ടാംഗിൾ, സ്ക്വയർ, സർക്കിൾ ആൻഡ് പാരലോഗ്രാംസ് ഹാവ് സെയിം പെരിമീറ്റർ, വിച്ച് ഓഫ് ദം ദി ഏരിയ ഈസ് ഗ്രേറ്റർ? ചതുരം, സമചതുരം, വൃത്തം, സാമാന്തരികം ഇവയുടെ ചുറ്റളവുകൾ തുല്യമാണെങ്കിൽ വിസ്തീർണം കൂടുതൽ ഏതിനായി? തന്നിരിക്കുന്ന ഓപ്ഷൻസ് സർക്കിൾ, റെക്ടാംഗിൾ, സ്ക്വയർ, പാരലോഗ്രാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കിൾ ആയിരിക്കും ഇതിലെ ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത്. ചുറ്റളവുകൾ തുല്യമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏരിയ സർക്കിളിനായിരിക്കും ഉണ്ടാവുന്നത്. അതിന് തൊട്ട് താഴെ ആയിരിക്കും സ്ക്വയർ വരുന്നത്. അതിന് തൊട്ട് താഴെ ആയിരിക്കും റെക്ടാംഗിൾ വരുന്നത്. അതിന് തൊട്ട് താഴെ ആയിരിക്കും പാരലോഗ്രാം വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് പാരലോഗ്രത്തിനും ഏറ്റവും കൂടുതൽ സർക്കിളിനുമായിരിക്കും ഉണ്ടാവുക. അടുത്ത ചോദ്യം നോക്കാം. 2018 തന്നെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 2 pillars are perpendicular to the surface and one of them is longer than other. The distance between the ends of the pillars is 10 meters and the distance between the foot of the pillars is 8 meters. Then what is the difference between the lengths of the pillars? 2 പില്ലറുകൾ ഉണ്ട്. അതിന്റെ അഗ്രങ്ങൾ തമ്മിലുള്ള അകലം 10 മീറ്റർ ആണ്. അതിന്റെ പാദങ്ങൾ തമ്മിലുള്ള അകലം 8 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് കാണേണ്ടത്. നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം. എ ബി എന്ന ഒരു പില്ലറും സി ഡി എന്ന ഒരു പില്ലറും. അതിന്റെ അഗ്രങ്ങൾ തമ്മിലുള്ള അകലം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 10 മീറ്റർ ആണ്. അതുപോലെ അതിന്റെ പാദങ്ങൾ
പാദങ്ങൾ തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട്, അത് 8 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ നമുക്ക് ഈ രണ്ട് തൂണുകൾ തമ്മിലുള്ള അകലം 8 മീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്, BED എന്നൊരു ട്രയാങ്കിൾ. ഇതിൽ നമുക്ക് കാണേണ്ടത് ഈ തൂണുകളുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് DE ആണ് കാണേണ്ടത്. DE എന്നത് കാണണമെങ്കിൽ ഇതൊരു മട്ടത്രികോണമാണ്. അപ്പോൾ പൈതഗോറസ് തിയറമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. പൈതഗോറസ് തിയറം പ്രകാരം ഇവിടെ BD സ്ക്വയർ എന്നത് BE സ്ക്വയറിന്റെയും ED സ്ക്വയറിന്റെയും തുകയാണ്. അല്ലെങ്കിൽ ED സ്ക്വയർ എന്നത് BD സ്ക്വയറിൽ നിന്ന് BE സ്ക്വയർ കുറക്കുന്നതായി. നമുക്ക് DE ആണ് കാണേണ്ടത്. അപ്പോൾ DE സ്ക്വയർ എന്നത് BD സ്ക്വയർ മൈനസ് BE സ്ക്വയർ ആണ്. പൈതഗോറസ് തിയറമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ BD എന്നത് 10ഉം BE എന്നത് 8ഉമാണ്. അപ്പോൾ 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. 10 സ്ക്വയർ 100, 100 മൈനസ് 8 സ്ക്വയർ 64. 100ൽ നിന്ന് 64 കുറച്ച് 36 ആണ്. അപ്പോൾ DE സ്ക്വയർ 36 ആണ്. അതുകൊണ്ട് DE എന്നത് 6 ആയി. 36ന്റെ റൂട്ട്. അപ്പോൾ ഇവിടെ തൂണുകൾ തമ്മിലുള്ള വ്യത്യാസം 6 മീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2018 തന്നെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 5 സെന്റിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ലാർജസ്റ്റ് ഇന്റിജർ വിച്ച് മേ ബി ദി ലെങ്ത് ഓഫ് ദി അതർ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിലെ രണ്ട് വശങ്ങൾ 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ വശമാകാവുന്ന ഏറ്റവും വലിയ ഇന്റിജർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ത്രികോണത്തിലെ ഒരു വശത്തിന്റെ നീളം എപ്പോഴും അതിന്റെ മറ്റ് രണ്ട് വശങ്ങളുടെ തുകയേക്കാൾ കുറവായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും വലുത് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ രണ്ട് വശങ്ങളുടെയും തുകയേക്കാൾ ചെറുതുമായിരിക്കണം, അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് വരുന്നതുമായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നിയറസ്റ്റ് ആൻഡ് ലെസ് ദാൻ 5+7 ആയിട്ടുള്ള ഒരു ഇന്റിജർ ആണ് കാണേണ്ടത്. 5+7 അതായത് 12. 12നേക്കാൾ ചെറുതുമായിരിക്കണം, അതിന്റെ തൊട്ടടുത്തും ഉള്ളതുമായിരിക്കും. അങ്ങനെയുള്ള സംഖ്യ 11 ആണ്. 11 ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ 10 എന്നതും 12നേക്കാൾ ചെറുതാണ്. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞ ലാർജസ്റ്റ് ഇന്റിജർ ആണ് പറഞ്ഞത്. അപ്പോൾ ലാർജസ്റ്റ് ഇന്റിജർ ആയിട്ട് വരാവുന്നത് 11 മാത്രമേ. 13 12നേക്കാൾ വലുതാണ്. 12 എന്നത് 12ന് തുല്യവുമാണ്. അതുകൊണ്ട് ഇവിടെ ശരിയായ ഉത്തരം 11 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2018 സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദി സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഈസ് 16 സെന്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ്. ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളം 16 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എത്രയാണ് എന്ന് കാണാം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4√3, 8√3, 2√3, √3 ഇതൊക്കെയാണ്. ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിളിന്റെ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം A ആണെങ്കിൽ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് കാണുന്നുള്ള സമവാക്യമാണ് √3a/2 എന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് √3 × 16/2 ആണ് കാണേണ്ടത്. ഈ 16നെ 2നെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന് 8√3 ഇവിടെ ശരിയായ ഉത്തരം. ഇതൊക്കെ സമവാക്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഈ ജിയോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള സമവാക്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഉത്തരം കാണാൻ കഴിയുന്നതായിരിക്കും. അടുത്ത ഒരു ചോദ്യം നോക്കാം. 2017 എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ചിത്രത്തിൽ ABയും CDയും സമാന്തര വരകളാണ്. ത്രികോണം APB, ത്രികോണം PCD എന്നിവയുടെ പരപ്പളവ് അതായത് വിസ്തീർണം യഥാക്രമം 9, 4 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഈ രൂപത്തിന്റെ പരപ്പളവ് എന്താണ്? ഇങ്ങനെയാണ് രൂപം തന്നിരിക്കുന്നത്. ABCD എന്ന ഒരു ചതുർഭുജം. അതിൽ ABയും CDയും സമാന്തരങ്ങളാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് APBയുടെ വിസ്തീർണം 9 എന്നും PCDയുടെ വിസ്തീർണം 4 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിന്റെ വിസ്തീർണമാണ് നമുക്ക് കാണേണ്ടത്. അതായത് ABCD ഇതിന്റെ വിസ്തീർണം കാണണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 25 സെന്റിമീറ്റർ സ്ക്വയർ, 13 സെന്റിമീറ്റർ സ്ക്വയർ, 36 സെന്റിമീറ്റർ സ്ക്വയർ, 5 സെന്റിമീറ്റർ സ്ക്വയർ ഇതൊക്കെയാണ്. ഇവിടെ ABCD ഈ വശങ്ങൾ സമാന്തരങ്ങളായതുകൊണ്ട് ഇതിന്റെ വിസ്തീർണം കാണുന്നതിനുള്ള ഒരു സമവാക്യമുണ്ട്. ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതിൽ APBയുടെ വിസ്തീർണം A1ഉം അതുപോലെ CPDയുടെ വിസ്തീർണം A2ഉം ആണെങ്കിൽ ഈ ABCD എന്ന ഈ രൂപത്തിന്റെ വിസ്തീർണം കാണണമെങ്കിൽ A1 + A2 + 2 × √A1 A2 ഇത് കണ്ടാൽ മതി. ഇവിടെ A1 എന്നത് നമുക്ക് തന്നിട്ടുണ്ട് 9 ആണ്. A2 എന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 9 + 4 + 2 ഗുണിക്കണം √9 × 4. √9 × 4 √9 3 ആണ്. √4 2ഉമാണ്. 3 × 2 6 എന്നത്. 9 + 4 + 2 ഗുണിക്കണം 6. 9 + 4 എന്നത് 13 ആണ്. 2 ഗുണിക്കണം 6 എന്നത് 12ഉമാണ്. 13ഉം 12ഉം കൂട്ടുമ്പോൾ 25 ആണ് കിട്ടുന്നത്. ഇതാണ് ഇവിടെ ശരിയായ ഈ സമവാക്യം ഓർമ്മിച്ച് വെക്കുക. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ABയും CDയും സമാന്തരങ്ങളാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സമവാക്യം ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വിസ്തീർണം A1 + A2 + 2 × √A1 × A2 ഇതായിരിക്കും. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.